പ്രൈസ് ദ ലോർഡ്. ന്യായാധിപന്മാർ 5-ാം അധ്യായം 1 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. അന്ന് ദെബോറായും അബീനോവാബിൻ്റെ മകനായ ബാരാക്കും പാട്ടുപാടിയതെന്തെന്നാൽ, നായകന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സ്വമേധയാ സേവിച്ചതിനും യഹോവയെ വാഴ്ത്തുവീൻ. രാജാക്കന്മാരെ കേൾപ്പീൻ, പ്രഭുക്കന്മാരെ ചെവി തരുവീൻ. ഞാൻ പാടും, യഹോവയ്ക്ക് ഞാൻ പാടും. ഇസ്രായേലിൻ ദൈവമായ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും. യഹോവേ, നീ സേയീരിൽ നിന്ന് പുറപ്പെടുകയിൽ, ഏദോമ്യ ദേശത്തു കൂടി നീ നടകൊള്ളുകയിൽ. ഭൂമി കുലുങ്ങി, ആകാശം പൊഴിഞ്ഞു, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു. യഹോവ സന്നിധിയിൽ മലകൾ കുലുങ്ങി. ഇസ്രായേൽ ദൈവമായ യഹോവയ്ക്ക് മുമ്പിൽ ആ സീനായി തന്നെ. അനാത്തിൻ പുത്രനാം ശങ്കരിൻ നാളിലും ഗായേലിൻ കാലത്തും പാതകൾ ശൂന്യമായി, വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു. ദെബോരയായ ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രായേലിൽ മാതാവായി എഴുന്നേൽക്കും വരെ, നായകന്മാർ ഇസ്രായേലിൽ അശേഷം അറ്റുപോയിരുന്നു. അവർ നൂതന ദേവന്മാരെ വരിച്ചു. ഗോപുരദ്വാരത്തിങ്കൽ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിന് 40,000 മധ്യേ പരിചയും കുന്തവും കണ്ടതേയില്ല. എൻ്റെ ദൈവം ഇസ്രായേൽ നായകന്മാരോട് പറ്റുന്നു. ജനത്തിലെ സ്വമേധാ സേവകരെ യഹോവയെ വാഴ്ത്തുവീൻ. വെള്ള കഴുതപ്പുറത്ത് കയറുന്നവരെ, പരവതാനികളിൽ ഇരിക്കുന്നവരെ, കാൽനടയായി പോകുന്നവരെ വർണ്ണിപ്പീൻ. വില്ലാളികളുടെ ഞാണൊലിയോടകലെ നീർപ്പാത്തിക്കിടയിൽ, അവിടെ അവർ യഹോവയുടെ നീതികളെ, ഇസ്രായേലിലെ ഭരണനീതികളെ കഥിക്കും. യഹോവയുടെ ജനം അന്ന് ഗോപുരദ്വാരത്തിങ്കൽ ചെന്നു, ഉണരുക, ഉണരുക, ദെബോറായേ, ഉണരുക, ഉണർന്നു പാട്ടുപാടുക, എഴുന്നേൽക്ക, ബാരാക്കേ, അബീനോവാത്മജ, നിന്റെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോക. അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജ്ജനവും ഇറങ്ങി വന്നു. വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു. എഫ്രയീമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവരും, ബെന്യാമീനെ നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൽ മാഖീരിൽ നിന്ന് അധിപന്മാരും, സെബുലൂനിൽ നിന്ന് നായകബണ്ഡധാരികളും വന്നു. ഇസ്സാഖാർ പ്രഭുക്കന്മാരിൽ ദെബോറായോടുകൂടെ ഇസ്സാഖാർ എന്ന പോലെ ബാരാക്കും താഴ്വരയിൽ അവനോടുകൂടെ ചാടി പുറപ്പെട്ടു. രൂബേൻ്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണയങ്ങളുണ്ടായി. ആട്ടിൻ കൂട്ടങ്ങൾക്കരികെ കുഴലൂത്ത് കേൾപ്പാൻ നീ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നതെന്ത്? രൂബേൻ്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോഹര നിർണയങ്ങൾ ഉണ്ടായി. ഗിലെയാദ് യോർദാനക്കരെ പാർത്തു. ദാൻ കപ്പലുകൾക്കരികെ താമസിക്കുന്നതെന്ത്? ആശേർ സമുദ്രതീരത്ത് അനങ്ങാതിരുന്ന് തുറമുകൾക്കകത്ത് പാർത്തുകൊണ്ടിരുന്നു. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം. നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. രാജാക്കന്മാർ വന്നു പൊരുതി. താനാക്കിൽ വെച്ച് മെഗിദ്ദോ വെള്ളത്തിനരികെ കനാന്യ ഭൂപന്മാർ അന്ന് പൊരുതി. വെള്ളിയങ്ങൾക്ക് കൊള്ളയായില്ല. ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ പൊരുതി. അവ സീസരുമായ സ്വഗതികളിൽ പൊരുതി. കീശോൻ തോട്, പുരാതനതയാം കീശോൻ തോട് തള്ളിയെങ്ങനെ ഒഴുക്കിക്കൊണ്ടുപോയി. എൻ മനമേ, നീ ബലത്തോടെ നടകൊള്ളുക. അന്ന് ശൂരവഗ്ധിലത്താൽ കുതിരക്കുളമ്പുകൾ ഘട്ടനം ചെയ്തു. മേരോസ് നഗരത്തെ ശപിച്ചുകൊള്ളുവീൻ, അതിൽ നിവാസികളെ ഉഗ്രമായി ശപിപ്പീൻ എന്ന് യഹോവാദൂതൻ അരുളി ചെയ്തു. അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ. ശൂശന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയായി തന്നെ. കേന്യനാം ഹോരേബിൽ ഭാര്യയാം യായേലോ, നാരജനത്തിൻ അനുഗ്രഹം ലഭിച്ചവൾ, കൂടാരവാസിനി ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ. തണ്ണീർ അവൻ ചോദിച്ചു, പാൽ അവൾ കൊടുത്തു. രാജകീയ പാത്രത്തിൽ അവൾ ക്ഷീരം കൊടുത്തു. കുറ്റിയെടുപ്പാൻ അവൾ കൈ നീട്ടി, തൻ്റെ വലങ്കൈ പണിക്കാരുടെ ചുറ്റികയ്ക്ക് നീട്ടി. സീസരയെ തല്ലി അവൻ്റെ തല തകർത്ത് അവൻ്റെ ചെന്നി കുത്തി തുളച്ചു. അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണു. അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണ് കിടന്നു. കുനിഞ്ഞയിടത്ത് തന്നെ അവൻ ചത്തുകിടന്നു. സീസരയുടെ അമ്മ കിളിവാതിലുടെ കുനിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ജാലകത്തോട് വിളിച്ചു പറഞ്ഞത്, അവൻ്റെ തേർ വരുവാൻ വൈകുന്നതെന്ത്? ചക്രങ്ങൾക്ക് താമസമെന്ത്? ജ്ഞാനമേറിയ നായികമാർ അതിനുത്തരം പറഞ്ഞു. താനും തന്നോട് മറുപടി ആവർത്തിച്ചു. കിട്ടിയ കൊള്ള അവർ പങ്കിടുകയല്ലയോ? ഓരോ പുരുഷനൊന്നും, 2 പെണ്ണുങ്ങൾ. സീസരയ്ക്കുള്ള വിചിത്ര വസ്ത്രം, വിചിത്ര തയ്യലായ കൊള്ളയും കൂടെ. കൊള്ളക്കാരുടെ കഴുത്തിൽ വിചിത്രശീല ഈ 2 കാണും.
യഹോവേ, നിന്റെ ശത്രുക്കളൊക്കെയും ഇവണ്ണം നശിക്കട്ടെ. അങ്ങനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ. പിന്നെ ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ആമേൻ.